പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി വചനപ്രഘോഷണ സമയത്ത്, അതിൻ്റെ വചനപ്രഘോഷണ ശുശ്രൂഷയുടെ സമാപനത്തിൽ പരിശുദ്ധ ദിവ്യ കാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ഈശോ അവിടെ സത്യമായി സന്നിഹിതമാകുന്നു എന്ന് അഭിഷേകാഗ്നിയുടെ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബം വന്ന് അവരുടെ അനുഭവം പറയുകയാണ്. 42 വർഷമായി ഒരു ചികിത്സയും ഫലിക്കാതിരുന്ന ഒരു അലർജി, ഒരു പ്രത്യേക തരത്തിലൊരു ഒരു മാരക വിപത്ത്. ആ ആരാധനയുടെ സമയത്ത് എൻ്റെ ഈശോയെ ഞാൻ സാക്ഷ്യപ്പെടുത്താം, എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഈശോ തൽക്ഷണം അന്ന് രാത്രിക്ക് രാത്രി സൗഖ്യപ്പെടുത്തിയൊരു അനുഭവം ആ കുടുംബം പങ്കുവച്ചത് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം എത്രമാത്രം നമ്മുടെ ഹൃദയങ്ങളുടെ തുടിപ്പ് മിടിപ്പ് അറിയുന്നുവെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയൊരു സംഭവമാണ്. എൻ്റെ പേര് മേഴ്സി. ഞാൻ കോതമംഗലം രൂപതയിലെ കല്ലൂർക്കാട് ഇടവകയെന്ന് വരുന്നു. എനിക്ക് 8 വയസ്സായപ്പം മുതൽ മാംസാഹാരം കഴിക്കാൻ പറ്റാത്ത അലർജി ഉണ്ടായിരുന്നു. 8 വയസ്സ് മുതൽ അലർജി. 42 വർഷം ആയി അലർജി തുടങ്ങിയിട്ട്. 42 വർഷം പിന്നെ ഈ അലർജി നിമിത്തം മാംസാഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അതേ തുടർന്ന് പിന്നെ ഓരോരോ അലർജികളായി, പൊടി അടിക്കാൻ പാടില്ല, തണുപ്പടിക്കാൻ പാടില്ല, റബ്ബർ ചെരുപ്പ് ഇടാൻ പാടില്ല, പിന്നെ പോളിസ്റ്ററിൻ്റെ ഡ്രസ്സ് ഇടാൻ പാടില്ല. അങ്ങനെ അലർജി ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരുന്നു. അത് അവസാനം എങ്ങനെയാവും? പിന്നെ 12 വർഷമായി എനിക്ക് നിർത്താതെ തുമ്മലും ജലദോഷമായിരുന്നു. അലർജി കൂടി കൂടി ലാസ്റ്റ് 12 വർഷമായപ്പോഴത്തേനും നിർത്താതെ തുമ്മലും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതലേ തുമ്മൽ തുടങ്ങും.
അപ്പോൾ രാവിലെ ഒരു ഗുളിക കഴിക്കുക അലർജിക്കുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കഴിയുമ്പോഴത്തേനും വീണ്ടും തുടങ്ങും. ഉച്ചയാകുമ്പോഴത്തേനും പിന്നെ ഒരു ഗുളിക കഴിക്കും. അങ്ങനെ ദിവസം 3 ഗുളിക വെച്ച് കഴിക്കേണ്ട അവസ്ഥ വരെ എത്തി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് അലർജി എനിക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും മാറില്ല, ഇതിനുള്ള പിന്നെ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കുക, സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അല്ലാണ്ട് വേറെ പരിഹാരമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അലർജി വന്നു കഴിയുമ്പോൾ എനിക്ക് തുമ്മൽ വന്നു കഴിയുമ്പോൾ ശ്വാസം മുട്ടലും തലവേദനയും ആകെപ്പാട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ 5 വർഷമായിട്ട് ഞാൻ ടെലിവിഷനിലൂടെ അഭിഷേകാഗ്നി കൂടാറുണ്ടായിരുന്നു. 2016 ഏപ്രിൽ അവസാനത്തെ ഞായറാഴ്ച അഭിഷേകാഗ്നി കൂടിക്കൊണ്ടിരുന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോയെ എനിക്കും ഇതുപോലെ ഒന്ന് സാക്ഷ്യം പറയാൻ ഒരവസരം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ മുതൽ എനിക്ക് പിന്നെ തുമ്പലുണ്ടായിട്ടില്ല. അന്ന് രാത്രി ആ അഭിഷേകത്തെ കണ്ട പ്രാർത്ഥിച്ച ആ ദിവസം ഈശോ അങ്ങോട്ട് സുഖപ്പെടും. ഇത് എത്ര വർഷം സഹിച്ചതാ? 42 വർഷമായി. തുമ്മൽ തുടങ്ങിയിട്ട് 12 വർഷമായിരുന്നു. അലർജി 42 വർഷം. 42 വർഷത്തെ അലർജിയാണ്. ഒരു ഞായറാഴ്ച അഭിഷേകാഗ്നി കണ്ടപ്പോൾ മറ്റ് പലരും സാക്ഷി പറയണത് കേട്ടപ്പോൾ ഈ എളിയ മകളും കരഞ്ഞു, എനിക്കും സൗഖ്യം വേണം, എനിക്ക് ഇതുപോലെ ദൈവത്തിൻ്റെ അത്ഭുതമായ ഇടപെടൽ വേണം. അങ്ങനെ ചെയ്ത് ഞാനും സാക്ഷ്യപ്പെടുത്തും. അന്ന് രാത്രി ആ രോഗം അവിടെ നിന്ന് ഈശോ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി. പിന്നെ ഇന്ന് ഇത് എത്ര നാളായി? ഇപ്പോൾ 2 വർഷമായി മാറിയിട്ട് അന്ന് രാത്രിക്ക് അലർജി പോയതാ. പിന്നെ ഇപ്പം 2 വർഷമായിട്ട് ഇന്ന് വരെ ആ കുഴപ്പമില്ല. തുമ്മല് ചീറ്റല് അങ്ങനത്തെ ബഹളമൊന്നുമില്ല, അലർജി ഇല്ല. കഴിക്കാൻ തുടങ്ങി. 42 വർഷമായിട്ട് ഇറച്ചി കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എല്ലാം കഴിക്കാം. കഴിച്ചു കഴിക്കുന്നുണ്ട്. അന്ന് മുതലേ സാക്ഷ്യം പറയാനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് സാഹചര്യം ഒത്തില്ല, ഓരോ തടസ്സങ്ങൾ കൊണ്ട്. ഒരു 2 വർഷം നിങ്ങൾ ദൈവം ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ഉറപ്പ് വരാൻ വേണ്ടി അങ്ങനെ ചിലപ്പോൾ അങ്ങനെ. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ അട്ടപ്പാടിയിൽ വരുന്നത്. വന്നപ്പോൾ തന്നെ എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കേ, 42 വർഷം. അതിനുശേഷം എല്ലാം കഴിക്കാം. ഇറച്ചി കഴിക്കാം, പാല് കഴിക്കാം, മുട്ട കഴിക്കാം, മീൻ കഴിക്കാം, എല്ലാം കഴിക്കുന്നില്ലേ? കർത്താവ് ആ സൗഖ്യങ്ങൾ കൊടുത്തു. പിന്നെ പൊടി അലർജി ഇല്ല, ഡസ്റ്റ് അലർജി ഇല്ല, തണുപ്പ് അലർജി ഇല്ല, അല്ലേ? എല്ലാം മാറിയില്ലേ? മാറി. കർത്താവ് അങ്ങോട്ട് ഹീലിംഗ് കൊടുത്താൽ എല്ലാം അങ്ങോട്ട് സൗഖ്യപ്പെടുത്തും. ആ രാത്രി വിശ്വാസം ഉണ്ടായി. അതാണ് അതിൻ്റെ കാര്യം. അത് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. വിശ്വാസം ഉണ്ടാകണം. അന്ന് അഭിഷേകത്തിനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം കേട്ടപ്പോൾ വിശ്വാസം ഉണ്ടായി. അപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ വില മനസ്സിലായോ? നോക്കി, 42 വർഷം ഈ മകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടതയ്ക്ക് ഈശോ ഈ മകളുടെ തന്നെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയിൽ അനുഗ്രഹം അത്ഭുതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണം. വചനത്തിൽ ഈശോയുണ്ട്, ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ട്. 2 കരങ്ങളും നന്നായിട്ട് ഉയർത്തി എല്ലാവരും ഒരുമിച്ച് കുറച്ചു നേരം ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഓ, ഉന്നതത്തിൽ നിന്ന് എഴുന്നള്ളി വരുന്ന പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിൻ്റെ ആത്മാവായി നിറയണമേ. ആരാധന നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറക്കെട്ടു പോയ ഉറകൂട്ടിയിടണമേ. കരങ്ങളിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറക്കെട്ടു പോയ ഉറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ.
കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആത്മാവേ റൂഹായേ, ആത്മാവേ എന്നിൽ കത്തി പടരണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തിൻ്റെ കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയുടെ കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയുടെ കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ. വചനവ്യാഖ്യാനങ്ങൾ നൽകി ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 41-ഉം 42-ഉം തിരുലിഖിതങ്ങൾ. അവർ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, എൻ്റെ പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗമാണിത്. ഈശോ ചെയ്ത അത്ഭുതങ്ങളിൽ അതിപ്രധാനമായ അത്ഭുതങ്ങളിൽ ഒരത്ഭുതമാണ് ലാസറിനെ ഉയർപ്പിച്ച, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അത്ഭുതം. ആ അത്ഭുതത്തിന് തൊട്ട് മുമ്പ് ഈശോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 41-42 വാക്യങ്ങൾ. അതിൽ 41-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഈശോ ആദ്യം തന്നെ പിതാവായ ദൈവത്തെ വിളിക്കുകയാണ്. പിതാവേ, പിതാവേ, എൻ്റെ പിതാവേ എന്ന് വലിയ ആത്മീയ ഐക്യത്തിൽ ഇൻറ്റിമസിയോടുകൂടെ പിതാവിനെ വിളിക്കണം. ആബാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അതിനുശേഷം ഈശോ ആദ്യം തന്നെ പറഞ്ഞെങ്ങനെയാണ്? അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ പോണേ ഉള്ളൂ. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിനെ ഉയർപ്പിക്കാൻ പോണേ ഉള്ളൂ. ഉയർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോ ആ അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായി പിതാവിന് നന്ദി പറയുകയാണ്. ഈശോയുടെ ഹൃദയത്തിൽ ഈശോയും പിതാവും തമ്മിലുള്ള ബന്ധത്തിലെ അതിപ്രധാനമായ ഒരു സവിശേഷത, ഒരു പ്രത്യേക ഒരു ഘടകമായിരുന്നു കൃതജ്ഞത നിറഞ്ഞ ഹൃദയം. ഈശോ പിതാവിൻ്റെ സന്നിധി ചെല്ലുമ്പോഴെല്ലാം കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ അവൻ അവിടുത്തെ വാഴ്ത്തി, ദൈവത്തെ വാഴ്ത്തി, അവിടുത്തെ മഹത്വപ്പെടുത്തി, അവിടുത്തെ സ്തുതിച്ചു, അവിടത്തേക്ക് നന്ദി പറഞ്ഞു. കൃതജ്ഞതയോടെ ദൈവത്തെ സമീപിക്കുന്ന ഈശോ. പ്രിയപ്പെട്ട ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകാൻ, മറ്റുള്ളവർക്ക് ഒത്തിരി അനുഗ്രഹമായി മാറാൻ ആവശ്യമായ അതിപ്രധാനമായ ഒരു ഘടകമാണ് കൃതജ്ഞതയുള്ള ഹൃദയം, നന്ദിയുള്ള ഹൃദയം. എപ്പോഴും പരിഭവം, കംപ്ലൈൻറ്റ്, അത് ഇത് അങ്ങനെ ഒരു ചപ്പ് ചവറ് പോലൊരു ഹൃദയം കൊണ്ട് നമുക്ക് ജീവിത വിജയം സാധ്യമല്ല. ഇത് അതിപ്രധാനമായ ഒരു സുവിശേഷ രഹസ്യമാണ്. ഇന്ന് ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട സാംസൺ അച്ഛൻ നമ്മളോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വട്ടായച്ചൻ പറഞ്ഞതുപോലെ കൃതജ്ഞതയുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആവലാതികളും അതുപോലെ കുറവുകളും പരിഭവങ്ങളും മാത്രമേ ദൈവസന്നിധിയിൽ പറയുകയുള്ളൂ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ തിരുലേഖനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ.
വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തിൽ ചെയ്യുവിൻ. അതുകൊണ്ട് ആവലാദികൾ മാത്രമല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാൻ നാം ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനം തേനും പാലും ഒഴുകുന്ന രാജ്യത്തേക്കുള്ള അവരുടെ യാത്ര. ശരിക്കും അവർ നല്ല രീതിയിലുള്ള യാത്രയായിരുന്നുവെങ്കിൽ 40 ദിവസത്തെ യാത്ര കൊണ്ട് അവർക്ക് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിക്കാമായിരുന്നു. എന്നാൽ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് 40 സൽമത്സരം അവർ യാത്ര ചെയ്തു. ആ യാത്ര ചെയ്ത എല്ലാവർക്കും അതിൽ പ്രവേശിക്കാനും പറ്റിയില്ല. കാരണം ദൈവജനത്തിൻ്റെ ഹൃദയം കഠിനമായതുകൊണ്ടാണ് അവർക്ക് ആ ദേശത്ത് പ്രവേശിക്കാൻ പറ്റാതെ പോയത്. ഹെബ്രായർക്കാരുടെ ലേഖനത്തിൽ 3-ാം അധ്യായം അതിൽ 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ? അവരുമായല്ലേ അവർ 40 വത്സരം മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബന്ധിച്ചത്? എന്തുകൊണ്ടാണ് അവരുടെ ശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിബന്ധിച്ചത്? മോശയുടെ നേതൃത്വത്തിൽ തേനും പാലും ഒഴുകുന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്തവർ എന്തുകൊണ്ട് മരുഭൂമിയിൽ നിബന്ധിച്ചു? ജനം ദൈവത്തിന് എതിരായി തിരിഞ്ഞതുകൊണ്ട്. നന്ദിയുടെ ജീവിതം നയിക്കേണ്ട അവർ ദൈവത്തിനെതിരായി തിരിഞ്ഞതുകൊണ്ട്. എന്നാൽ അവരുടെ ജീവിതം അങ്ങനെ അല്ലായിരുന്നു. ഈജിപ്തിലെ കഠിനമായ പീഡകൾ, ഫറോവയും അവരുടെ അല്ലെങ്കിൽ രാജാവും ആ ദേശത്തുള്ളവരും ഈ ഇസ്രായേൽക്കാരെ കഠിനമായി വേദനിപ്പിച്ചപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ അവർ എഴുന്നേറ്റിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണീര് ഒഴിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവമേ ഞങ്ങളെ സഹായിക്കാൻ വരണമേ, ദൈവമേ ഞങ്ങളെ സഹായിക്കാൻ, കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അവരെ പ്രാർത്ഥന കേട്ടു. എങ്ങനെയാണ് കർത്താവിന് വചനം പറയുക? പുറപ്പാട് 2:9, ഇതാ ഇസ്രായേൽക്കാരുടെ നിലവിളി എൻ്റെ പക്കലെത്തിയിരിക്കുന്നു. അവരുടെ നിലവിളി, ആ നിലവിളി കേട്ട് ദൈവം വിമോചകനായ മോശയെ അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. മോശയുടെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം മോശയുടെ കരങ്ങളിലൂടെ അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ ഇസ്രായേൽ ജനത്തെ വിടിവിച്ച് അവർ തേനും പാലും ഒഴുകുന്ന രാജ്യത്തേക്ക് പോവുക. ആ യാത്രയിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം അവർക്ക് കൊടുത്തത്. വഴിയിൽ അവർക്ക് തണലായി മേഘസ്തംഭം, രാത്രിയിൽ അവർക്ക് വെളിച്ചം കാണാൻ അഗ്നി. അങ്ങനെ അവർ യാത്ര ചെയ്തു. അവർക്ക് വിശന്നപ്പോൾ വയറ് നിറച്ച് മന്ന, കാടപ്പക്ഷി, ചെങ്കടൽ പിളർന്നു. ഇങ്ങനെ ദൈവം അവരെ ഉള്ളം കൈയിൽ താങ്ങി നടത്തിക്കൊണ്ട് പോകും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കുറേ കഴിയുമ്പോൾ ഇതേ ജനം തന്നെ മോശക്കെതിരായും അഹ്റോനെതിരായും പിറുപിറുക്കുന്ന ജനം. ഇത്ര അനുഗ്രഹം കിട്ടിയിട്ട് ദൈവം അവരെ കൈകളിലെ ഓമന കുഞ്ഞിനെ പോലെ താങ്ങിക്കൊണ്ട് വന്നത് അനുഭവിച്ചിട്ട്, ആ ഒരു ജീവിത അനുഭവം കിട്ടിയിട്ട് ജനം ഇതാ ദൈവത്തിനെതിരെ പിറുപിറുക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം അതിൽ 1-ാമത്തെ തിരുലിഖിതം, കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിന് കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിൻ്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ഇത്ര കഠിനമായ വചനമാണ്. കർത്താവിന് അനിഷ്ടകരമായി നന്ദിയുടെ വാക്കുകൾ പറയേണ്ട ജനം പിറുപിറുക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ കർത്താവിൻ്റെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞു. അഗ്നി ജ്വലിക്കത്തക്ക വിധത്തിൽ അഗ്നി, പാതാളത്തിലെത്തുന്നതോടെ വരെയുള്ള അഗ്നി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 5-ഉം 6-ഉം തിരുലിഖിതങ്ങൾ, ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടുമായിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചുവന്നുള്ളി, വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങളെ പ്രാണൻ പോകുന്നു. ഈ മന്നയല്ലാതെ മറ്റൊന്നും കാണാനില്ല. എത്ര അനുഗ്രഹം കിട്ടിയിട്ട് കർത്താവേ, എന്നാൽ ആ കഷ്ടപ്പാടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ഭക്ഷണം തന്നിയ ദൈവമേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു നിമിഷം അവർ പറഞ്ഞില്ല. ഒരു നിമിഷം ഒറ്റ വാക്ക് കർത്താവ് പറഞ്ഞെന്താ? ആവലാദികൾ മാത്രം, പരിഭവങ്ങൾ മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഭവങ്ങളും ആവലാദികൾ കൊണ്ട് നിറഞ്ഞ ജനത്തെ ദൈവം കണ്ടിട്ട് ദൈവത്തിൻ്റെ ഹൃദയം നോവുകയാണ്, വേദനിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 1-ഉം 2-ഉം തിരുലിഖിതങ്ങൾ,
രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ. അവർ പറയാണ്, ഒരു പിറുപിറുത്തോണ്ട് പറയാണ്, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദിയുടെ ഒരു വാക്ക്, എത്രയോ അനുഗ്രഹം, എത്രയോ കൃപകൾ, എത്രയോ അഭിഷേകം അവർ സ്വീകരിച്ചു. ഈ ഒരു വചനങ്ങൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ ജീവിതത്തിൽ ദൈവം എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് ഒന്നിന് പിറകെ ഒന്നൊന്നായി ചൊരിഞ്ഞു തന്നു. എന്തിനെങ്കിലും ഒരു നിമിഷം നാം കർത്താവിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? കർത്താവെ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ മക്കളെ അനുഗ്രഹിച്ചു, എൻ്റെ കുടുംബത്തിലെ എൻ്റെ മക്കൾക്ക് നല്ല വിവാഹാലോചന നൽകി, എനിക്ക് നല്ല ഭവനം നൽകി, എനിക്ക് നല്ല ജോലി നൽകി. കർത്താവെ, അങ്ങാണ് എനിക്ക് നൽകിയത്, ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു, കൃതജ്ഞത. ഇവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ നിമിഷം കർത്താവിനോട് നന്ദി പറയാൻ നാം ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിച്ച് മനുഷ്യർ ചെയ്യുന്നത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അയ്യോ, എനിക്കൊന്നുമില്ലേ, ആപാടെ കഷ്ടപ്പാടാണ്, ദുരിതങ്ങളാണ്, ആവലാദികൾ കേട്ട് ദൈവം തൻ്റെ ചെവി അടച്ചോ എന്നാണ് എൻ്റെ സംശയം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദി പറയണം. നന്ദിയുടെ ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തിൽ കർത്താവ് കൃപ ധാരാളമായി ചൊരിയും. എത്ര കിട്ടിയാലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിലപ്പോൾ നിനക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നീ ഇരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിനക്കൊരു സീറ്റ് തന്ന ഒരാളെ ഓർത്ത് നീ നന്ദി പറയണം. ചെറിയൊരു മൈന്യൂട്ട് കാര്യം, ചെറിയ കാര്യങ്ങൾക്ക് ഒരു നന്ദി പറയണം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ ആരെങ്കിലും സഹായിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറക്കരുത് അവരെ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ മരിക്കുന്നവരെയും അവരെ വേണ്ടി പ്രാർത്ഥിക്കുകയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യണം. ദൈവത്തിന് നന്ദി കൊടുക്കുന്നവർ തന്നെ നിൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ അവരെ എപ്പോഴും നന്ദിയോട് ഓർക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. ഈ മലയിൽ മിക്കവാറും എല്ലാ ആഴ്ചയിലും അവർ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്, എൻ്റെ അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോടും എനിക്ക് ആരെങ്കിലും സഹായം ചെയ്തില്ല അവർക്കെല്ലാം എല്ലാ ദിവസവും ഞാൻ കുറച്ച് സമയം നന്ദി പറയും. അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ മണിക്കൂറുകളോളം ഞാൻ ഇരുന്ന് കർത്താവിന് നന്ദി പറയും. അങ്ങനെ ജീവിച്ചിരുന്നിടത്തോളം കാലം എനിക്ക് ഇതുവരെ ആയിട്ടും സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. മാത്രമല്ല, എൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ആ തക്ക സമയത്ത് ദൈവദൂതന്മാരെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും സഹായമായിട്ട് വരും. ആ മനുഷ്യൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. ആ മനുഷ്യന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എല്ലാം ഉണ്ട്, സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ലോണിന് അപേക്ഷിച്ചു, അത് കിട്ടി, ആ ബിസിനസ് തുടങ്ങി, ബിസിനസ് നന്നായിട്ട് വളർന്നു, ദൈവത്തിന് നന്ദി പറഞ്ഞു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും കിട്ടുന്നതിൻ്റെ ദശാംശം എത്രയാണോ അത് കൃത്യമായി കണക്ക് കൂട്ടി എത്തിക്കേണ്ട സ്ഥലത്ത് ആർക്കാണ് കൊടുക്കേണ്ടത് ആ ദശാംശം എത്തിക്കും. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. എന്നിട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് നടക്കുമ്പോൾ ബിസിനസ് വീണ്ടും വീണ്ടും വളർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി അദ്ദേഹത്തിന് ലോണിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ബാങ്കിൽ ആളുകൾ വിളിച്ചിട്ട് പറയുകയാണ്, ചേട്ടാ ഒരു ലോൺ എടുക്കാമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഇവിടെ മനുഷ്യർ രാവും പകലും ബാങ്കിൽ കൂടെ കയറി ഇറങ്ങി ഒരു ലോണിന് വേണ്ടി നിരങ്ങി നടക്കുമ്പോൾ ഇതാ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഈ മനുഷ്യനെ വിളിച്ചിട്ട് പറയാണ്, ഒരു ലോൺ താങ്കൾക്ക് സാങ്ഷനാക്കി തരാം എന്ന് അങ്ങോട്ട് പറയുക. നോക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃതജ്ഞതയും നന്ദിയും അർപ്പിക്കുന്നവരുടെ മേൽ ദൈവം കരുണ ചൊരിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പ് മാത്രമേ ഉള്ളൂ. ഇസ്രായേൽക്കാരെ പോലെ ഞങ്ങൾക്ക് മത്തങ്ങ കിട്ടിയില്ല, ഞങ്ങൾക്ക് വെള്ളരിക്ക കിട്ടിയില്ല, ചുവന്നുള്ളി കിട്ടിയില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല, ദൈവം ഞങ്ങളെ ചതിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു എന്ന് പരാതികൾ മാത്രം. നന്ദിയുടെ ഒരു വാക്ക് പറയാൻ നാം തയ്യാറല്ല. ഈശോ തന്നെ പറയുന്നത്, നീ നന്ദി പറയണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത്. 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുക. ഈശോയുടെ സന്നിധിയിൽ അവർ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, കർത്താവേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. അവരുടെ കണ്ണുനീര് കണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളെല്ലാം സൗഖ്യപ്പെടട്ടെ. പോകുന്ന വഴിക്ക് അവരെല്ലാം സൗഖ്യപ്പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ 10 പേരിൽ ഒരാൾ മാത്രം തിരിച്ചു വന്നു. അവിടെ കർത്താവ് പറയുന്നുണ്ട്, 10 പേരിലെ സുഖപ്പെട്ടത്, എന്നാൽ ഈ ഒരു സമരിയക്കാരൻ മാത്രമല്ലേ
തിരിച്ചു വന്ന് കൃതജ്ഞത നന്ദി പറയാമെന്നുള്ളൂ. നോക്ക്, 10 പേര് സുഖപ്പെട്ടു, 9 പേര് ഓടി, അവർക്ക് കിട്ടിയത് കൊണ്ട് പോയി. എന്നാൽ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കണ്ണീര് കണ്ട് ഞങ്ങളുടെ യാചന അവിടുത്തെ സന്നിധിയിൽ എത്തി ഞങ്ങൾക്ക് സൗഖ്യം തന്നതിനെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നെന്ന് ഒരൊറ്റ വാക്ക് പറയാൻ ആ ദൈവമക്കൾക്ക് സാധിച്ചില്ല. എന്നാൽ ഒരു സമരിയാക്കാരൻ തിരികെ വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യേണ്ട ഒരേ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കർത്താവോ മറ്റുള്ളവരോ, അയൽവക്കക്കാരാകട്ടെ, സഹോദരങ്ങളാകട്ടെ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ബന്ധുക്കളാകട്ടെ, മിത്രങ്ങളാകട്ടെ, നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നന്ദിയോടെ അവരെ ഓർക്കണം. കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്കൊരു താക്കീതായിട്ടാണ് കർത്താവ് നൽകുന്നത്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ, എൻ്റെ സമാധാനം നിങ്ങളെ കുടികൊള്ളണം. അതിന് ആവശ്യമായത് നിങ്ങൾക്ക് കൃതജ്ഞതയുടെ, നന്ദിയുടെ ഒരു ജീവിതം നയിച്ചത് മതിയാവും. അപരാധികൾ പറയേണ്ടെന്നല്ല അച്ഛൻ പറഞ്ഞത്. കർത്താവിന് സന്നിധിയിൽ എന്തും പറയാം. കർത്താവേ, എനിക്ക് രോഗമാണ്, കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാം, കരയാം. കർത്താവ്, എനിക്ക് ഭവനം വേണം, ധൈര്യമായിട്ട് കർത്താവിന് സന്നിധി പ്രാർത്ഥിച്ചോ. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഇന്നയാൾക്ക് രോഗമുണ്ട്, സൗഖ്യപ്പെടുത്തണം, ധൈര്യമായിട്ട് കർത്താവിന് ആവലാതിയായിട്ട് കണ്ണുനീരോടെ പറയാം. ഇസ്രായേൽ ജനം നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ നിലവിളി സ്വർഗത്തിലെത്തിയപ്പോഴാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് എന്തും നമുക്ക് കണ്ണുനീരോടെ പറയാം, വിലപിക്കാം, കർത്താവിനോട് ആവലാതികൾ പറയാം. പക്ഷേ ഈ ആവലാതികൾ കേട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അതിന് നന്ദി സൂചകമായി നീ വന്ന കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞേ മതിയാവൂ. അല്ലാതെ ഇസ്രായേൽ ജനം ചെയ്തതുപോലെ ഹൃദയം കഠിനമാക്കരുത്. ഇസ്രായേൽ ജനം ആവലാതികൾ പറഞ്ഞ് അവർ ദൈവത്തെ നിഷേധിച്ചു പോയി. അവരെവിടെ എത്തിച്ചേർന്നു? പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം നമ്മൾ കാണുന്നില്ലേ? അവർ എത്തിച്ചേർന്നത് ദൈവനിഷേധ പ്രവർത്തികൾ ചെയ്യുന്ന, അന്യദൈവ ആരാധന നടത്തുന്ന കാളക്കുട്ടിയുടെ മുമ്പിൽ. അവർ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാത്തത് കൊണ്ട് അവരറിഞ്ഞില്ല അവരിൽ നിന്ന് ദൈവസ്ഥാനം നഷ്ടപ്പെട്ടു പോയത്. അവരെത്തിച്ചേർന്നു കാളക്കുട്ടിയുടെ മുമ്പിൽ. അതുകൊണ്ട് ആ കാളക്കുട്ടിയുടെ മുമ്പിൽ അവർ നൃത്തം ചെയ്ത് ദൈവത്തിൻ്റെ നാമത്തെ അവർ നിഷേധിച്ചു. ദൈവം അവരെ ചിതറിച്ച് കളഞ്ഞു. അവരുടെ ഹൃദയം കഠിനമായി. സംഗീത പുസ്തകം 95-ാം അധ്യായം 8-ാമത്തെ ലിഖിതം. സംഗീത പുസ്തകം 95:8 പറയുന്നത് എങ്ങനെയാണ്: മെരീബായിൽ, മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കഠിനമാകാതെ കൃതജ്ഞതാ നിർഭരരായി എപ്പോഴും നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ വ്യാപരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം പിതാവിൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണനായി എഴുന്നള്ളിരിക്കുന്ന ഈശോ ഇവിടെ റിയൽ പ്രസൻസ് യഥാർത്ഥമായി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഹൃദയപൂർവ്വം ഈശോയോട് പറയുക: കർത്താവേ, എനിക്ക് സങ്കടമുണ്ട്, എൻ്റെ സങ്കടം അവിടുന്ന് ഏറ്റെടുക്കണം. എനിക്ക് തകർച്ചയുണ്ട്, എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വചനം കേൾക്കുമ്പോൾ ഒരു അനുഭവം കിട്ടുന്നില്ല. എന്താണ് ഹൃദയവേദന? അതെല്ലാം ഇപ്പോൾ ഈശോയോട് പറയുക. ഈശോയുടെ മുമ്പിൽ ഹൃദയം തുറക്കുക. എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി വേണം. ഓരോരുത്തരും എത്രമാത്രം എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹം അതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് യേശുവിനോട് ഒത്തിരി നന്ദിയോടെ ഇന്ന് വരെ അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവിന് മുമ്പിൽ ഈശോയെ, എൻ്റെ രക്ഷക, എൻ്റെ നാഥ, എൻ്റെ കർത്താവേ ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ.